അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഷെയ്ൻ നിഗത്തിൻ്റെ ഏറ്റവും പുതിയ മലയാള ചിത്രം ബൾട്ടി, അതായത് ഉണ്ണി ശിവലിംഗം എന്ന് പറഞ്ഞ ഒരു പുതിയ ഡയറക്ടറുടെ തമിഴ് മലയാളം ബൈലിംഗ്വലായിട്ട് ഇറക്കിയിരിക്കുന്ന സിനിമയാണ്. ഷെയ്ൻ നിഗം, ശാന്തനു, പിന്നെ പൂർണിമ ഇന്ദ്രിയത്ത്, അൽഫോൺസ് പുത്രൻ, സെൽവരാഘവൻ, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് തന്നെ ഉണ്ട് പടത്തിൽ. സിനിമ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു എൻ്റർടൈനർ വൈബാണ്. സോ എനിക്ക് പടം പേഴ്സണലി എങ്ങനെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക് ചെയ്തത് സായി അഭയങ്കറാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തിയേറ്ററിനകത്തൊരു നല്ല വൈബ് ഉണ്ടാക്കി. ഒരു 2 മണിക്കൂർ 41 മിനിറ്റ് അടുത്തുണ്ട് പടം. അത്രയും ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണ്, ബട്ട് ഇരുന്നാലും അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പടം കണ്ട്. ഒരു വൺ വേർഡിൽ പറഞ്ഞാൽ എന്ത് പറയുന്നു? തിയേറ്ററിൽ കയറിയപ്പോഴേ നമ്മളിരുന്ന സീറ്റിൻ്റെ അപ്പുറം 2 കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. പടം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് കൊച്ചു കുട്ടികളെയും കൊണ്ടുവന്ന് കാണാൻ പറ്റുമോ. പടം എനിക്ക് രസമുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം നല്ല കുറേ ഫിൽം മേക്കിംഗ് ഉണ്ട് പടത്തിൽ. ഞാൻ മറ്റേ തമിഴ് മലയാളം ബൈലിംഗിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിൻ്റെ അതായത് ടോണും ഒരു തമിഴ് പടം മലയാള പടത്തിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടോണാണ്. മലയാള പടം മോഡലിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ എങ്ങനെയാണ് ആ സിനിമയെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? 2 മെയിൻ ക്യാരക്ടേഴ്സും, ഒരാള് മലയാളി, ഒരാള് തമിഴ്, അങ്ങനെ ബോർഡറിൽ നടക്കുന്ന കഥ. അപ്പം പടത്തിന്റെ മറ്റേ എന്താ പറയുക, നീ പറഞ്ഞ എന്റർടൈനർ എന്ന് പറഞ്ഞില്ലേ, അത് മലയാളത്തിൽ ചെയ്യുന്ന എന്റർടൈനേഴ്സ് പോലെയോ അല്ല, തമിഴ് ചെയ്യുന്ന എന്റർടൈനേഴ്സ്, രണ്ടിന്റെ ഇടയ്ക്ക് വേറൊരു വൈബാണ്. അതൊരു രസമുള്ളൊരു പുതുമയായിരുന്നു. 100% വർക്കായില്ല, എന്നാലും പടം എൻജോയ് ചെയ്ത. സോ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ കുറച്ചധികം സ്പോയിലേഴ്സ് ഉണ്ടാകുന്നതാണ്. സോ ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ട് വന്ന് ബാക്കി വീഡിയോ കാണുക. സിനിമ കാണാത്തവർ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് വിടുക. എനിക്ക് പടത്തിൻ്റെ ഒരു മേജർ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് സായി അഭയങ്കറാണ്. കാര്യം പുള്ളിയുടെ പാട്ടുകൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അപ്പം സിനിമയിൽ എങ്ങനെ, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് പുള്ളി മ്യൂസിക് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ പുള്ളി ഹാൻഡിൽ ചെയ്ത് നമുക്ക് അറിയത്തില്ല. നമ്മൾ പുള്ളിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? പുള്ളി ബീജം തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പം സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു സൈലൻസ് ഇല്ല, അടിച്ചൊക്കെ തകർന്നേക്ക പുള്ളി. അതായത് മ്യൂസിക് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. കാരണം നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും തിയേറ്ററിനകത്തൊരു സൈലൻസ് ഇല്ല, ബഹളം, അന്തസത്തം, ഫുൾ ടൈം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട് പടത്തിൽ. അത് പോസിറ്റീവായിട്ടും എടുക്കാം, നെഗറ്റീവായിട്ടും എടുക്കാം. അതിനകത്തുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും ഉണ്ട് അതിനകത്ത്. ഈ ഒരു മോഡൽ പടത്തിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റേ ആ കബഡി കളിക്കുന്ന ശരിക്കും ലിഫ്റ്റ് ചെയ്യാൻ മ്യൂസിക്കിന് ഫൈറ്റിനൊക്കെ നല്ല രസമായിട്ട് അത് മ്യൂസിക്. അതായത് ഓരോ വില്ലന്മാർക്കും ഓരോ ഇൻഡിവിജ്വൽ മ്യൂസിക് ഉണ്ട്. എസ്പെഷ്യലി നമ്മുടെ സോഡാ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അൽഫോൺസ് പുത്രൻ നല്ല ബീജമുണ്ട്. സെൽവരാഘവൻ, എന്തായിരുന്നു ചേട്ടാ പുള്ളിയുടെ കടയുടെ പേരെന്തായിരുന്നു? പോർത്താമരൈ ഫിനാൻസ് അല്ല, പുള്ളിയുടെ പേര് പോർത്താമരൈ പോർത്താമരൈ ഭൈരവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ സെൽവരാഘവൻ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ബീജം നൈസായിരുന്നു. പൂർണ്ണ ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടർ ജീമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അവരുടെ ബീജം എല്ലാം, ഇവരുടെ എല്ലാം ഇൻഡിവിജ്വൽ ബീജമും പിന്നെ ബൾട്ടിയുടെ മെയിൻ തീമും എല്ലാം പടത്തിൽ നല്ല എനിക്ക് മറ്റേ നേരത്തെ തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു, മറ്റേ ജാലക്കാരി. അത് തിയേറ്ററിൽ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട്, നല്ല വർക്കായിരുന്നു. ഒരു മേജർ ഒരു ലവ് സോങ് അതേ ഉള്ളൂ. പിന്നുള്ളത് മൊണ്ടാഷ്. പിന്നുള്ള പടത്തിൽ വേറെ പാട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലേ? അതായത് മൊണ്ടാഷ് ഇത് മാത്രമേ ഉള്ളൊരു പാട്ടായിട്ട് ഡാൻസ് ഒക്കെ വരുന്ന ഒരു സാധനം. ബാക്കിയെല്ലാം ഈ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇനിഷ്യൽ സീക്വൻസ് ഒരു പാട്ടുണ്ട് ഇവരുടെ സെറ്റിങ്ങിന്റെ പടം ഓപ്പൺ ചെയ്യുന്ന. അതെ. അങ്ങനെ മ്യൂസിക്കലി വളരെ റിച്ച് ആയിട്ടുള്ളൊരു പടമാണ്. പിന്നെ വിഷ്വലി അലക്സ് ജെ പുള്ളിക്കലാണ് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. അതെ, നല്ല രസമായിരുന്നു ത്രൂ ഔട്ട് പടത്തിന്റെ. വളരെ നീറ്റ് വർക്കാണ്. അതെ. പിന്നെ ഈ പറയുന്ന പോലെ ഫൈറ്റ് കൊറിയോഗ്രഫി, അതായത് കുറച്ച് കാലത്തിന് ശേഷമാണ്. ഇപ്പൊ ഒരു പടത്തിൽ 5 ഫൈറ്റ് ഉണ്ടെങ്കിൽ 2 നല്ലത്, ബാക്കിയെല്ലാം ഓക്കെ എന്നായിരുന്നു. ഇതിനകത്ത് ഇപ്പം എനിക്ക് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ ആക്ഷൻ പടം വരുമ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് ഹാഫിൽ എല്ലാം പറഞ്ഞു തീർത്ത് കഴിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ ഫൈറ്റ് എന്നുള്ള സെറ്റപ്പില്ലേ, അത് അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാനൊരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ബ്രെയിൻ സ്വിച്ച് ഓഫ് ആയി, ടയർഡായി. ഇനി നിങ്ങൾ അടി തീർത്തിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ എന്നുള്ള സെറ്റപ്പാണ്. ഇതിനകത്തും സെക്കൻഡ് ഹാഫിന് കുറച്ചധികം ലെങ്ത് ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയാണ് ഈ പടം പോകാമെന്ന ഒരു ഡയറക്ഷൻ നമുക്ക് തന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ആ ഡയറക്ഷൻ കുറെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ്
ചെന്നത് എൻഡ് ചെയ്യുന്നത്. അപ്പം ആ എൻഡിങ്ങിലേക്ക് നമ്മൾ പോകുന്ന വഴി മൊത്തം ഫൈറ്റാണ്. അതെ. അപ്പോൾ അതിൽ എൻജോയ് ചെയ്ത ഫൈറ്റും ഉണ്ട്. ഓക്കെ, ഈ ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി പോയിന്റ് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഫൈറ്റുകളുണ്ട്. ബട്ട് ഇതിൻ്റെയൊക്കെ കൊറിയോഗ്രഫി അത് ഭയങ്കര കൊറിയോഗ്രഫി നല്ല രസമാണ്. അത് എനിക്ക് എടുത്തിട്ടുണ്ട്. ആ മറ്റേ ദോശക്കട ഫൈറ്റ് ഭയങ്കര രസമായിരുന്നു. അതിന്റെ സെറ്റിംഗ് ഭയങ്കര രസമായിരുന്നു അല്ലേ? അതായത് ഇങ്ങനെ ഇവർ ഓർഡർ ചെയ്യുന്ന സാധനങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞ ഓരോ സാധനം കൊണ്ടുവരുന്നു. അത് കുറച്ച് എനിക്കത് കണ്ടു പക്ക ഒരു തമിഴ് പടത്തിന്റെ സെറ്റപ്പ് ഒരു ഫീൽ ആണ്. തമിഴ് പടത്തിന്റെ സെറ്റപ്പ്, പക്ഷെ അത്രയും എനർജി ഇല്ല. ബട്ട് ഇങ്ങനെ ഒരു മലയാള പടത്തിന്റെ എനർജി, അതിന്റെ ഒരു വേറൊരു എനർജി, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ പിന്നെ ഈ ക്ലൈമാക്സ് ആക്ച്വലി ഒരു കുറച്ചധികം 2-3 ഫൈറ്റ് സീക്വൻസിന്റെ ഒരു കൾമിനേഷൻ അല്ലേ? അപ്പൊ അതിലൊരു ഇതില് എവിടെയാ നമ്മുടെ ലോഡ്ജിൽ നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് നല്ല രസമായിരുന്നു. അതിങ്ങനെ കുറച്ച് കൺസ്ട്രെയിൻ സ്പേസിൽ അല്ലേ? അത് ഭയങ്കരമായിട്ട് യൂസ് ഈ പടത്തിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ആവുന്ന ഈ കൺസ്ട്രെയിൻഡ് സ്പേസിലുള്ള ഫൈറ്റ് സീക്വൻസ്. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് ഇവര് 4 പേരുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഇവര് 4 പേരും ഈ കബഡി കളിക്കുന്നത്. കബഡി എന്ന എലമെന്റിനെ ഫൈറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ എല്ലാവരും ആ കബഡി കളിക്കുന്ന അതേ ഒരു എല്ലാ ഫൈറ്റിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ നായകൻ ഷെയ്ൻ നിഗം കുറെയൊക്കെ ഡ്യൂപ്പൊന്നും ഇല്ലാതെ കറങ്ങി അടിക്കുന്ന കുറെ ഉണ്ട്. അത് ഷെയ്ൻ മാത്രമല്ല, അവരെല്ലാവരും ഉണ്ട്. ഈ എയറിൽ ഇപ്പം അവരുടെ ദേഹത്ത് കയറി മറ്റേ കമാൻഡോയിൽ മറ്റേ ഇവൻ ചെയ്തു. അതുപോലത്തെ കുറച്ച് ഐറ്റംസ് എനിക്കൊന്നൊരു 3-4 എണ്ണം പുള്ളി തന്നെ നല്ല രീതി ചെയ്ത് എല്ലാവരും. പിന്നെ ഈ മറ്റേ ബൾട്ടി എന്ന് പറയുന്ന ബേസിക്കലി ഇങ്ങനെ ബൾട്ടി അടിക്കാന്ന് പറയുന്നത് നമ്മൾ സമ്മർ സോൾട്ട് അങ്ങനെ ആ സാധനമാണ് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ തലകുത്തി കറങ്ങുന്ന അങ്ങനെ ഓരോരുത്തർക്കും ഓരോ മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവൻ ബൾട്ടി അടിച്ച് രക്ഷപ്പെടും, മറ്റേ ആളിങ്ങനെ ഉരുണ്ട്, അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ബാക്ക് കിക്ക് ചെയ്ത് അങ്ങനെ. അപ്പൊ അത് തന്നെ ഇവര് ഈ ഒരു 3 അപ്പൊ ട്രെയിലറിനകത്ത് അതുണ്ടായിരുന്നു. ആ 4 പോയിന്റ് ഇവർക്കുള്ള 4 പോയിന്റ് ഇവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഒരാൾ അത് തന്നെയല്ല ഉപയോഗിക്കുന്നത്, എല്ലാം ഉപയോഗിക്കുന്നത്. തല കൊണ്ട് ഹെഡ് കിക്ക് ചെയ്യുന്ന സംഭവമുണ്ട്, അതെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ. മറ്റേ ഇനിഷ്യലി തന്നെ ഇവര് 4 പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല. അതായത് മാച്ചിലേക്ക് വരുമ്പോ തന്നെ പോലീസുകാർ ചേസ് ചെയ്യുന്ന അത് ഭയങ്കര രസമാണ്. അതായത് എനിക്ക് തോന്നിയത് പടം തുടങ്ങുന്ന വലിയ പ്രോമിസോട് കൂടിയാണ്. അത്രയും ഗംഭീരമായിട്ടല്ല പടം അവസാനിക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസ്. ബട്ട് ആ തുടക്കത്തിലുള്ള സീക്വൻസിൽ അതായത് ഇവരൊരു ക്രൈം ചെയ്യുന്നത്, ഒരു കൊലപാതകം ചെയ്യുന്നു, അത് പിന്നീട് ആരാന്നൊക്കെ റിവീൽ ചെയ്യും. പക്ഷെ ആ സീക്വൻസ് വന്ന് എൻഡ് ചെയ്യുന്നു, പിന്നെ ഒരു മാച്ച്, അങ്ങനെ ഭയങ്കര എനർജിയിലാണ് പടം തുടങ്ങുന്നത്. അപ്പൊ നല്ല രസമായിട്ട് തുടങ്ങി. പടം ജസ്റ്റ് വന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ പോലെ ഇങ്ങനെ തിയേറ്ററിനകത്ത് മ്യൂസിക്കും പരിപാടി എല്ലായിട്ടും ഭയങ്കര ഒരു ഫീലാണ്. ഒരു നിറമാണ് ഈ ലൈൻ ഓഫ് പടത്തിന് പറ്റിയൊരു നിറവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത് കുറച്ച് കാലമായിട്ട് ഈ ഒരു എനർജി ഫീൽഡ് പടങ്ങള് കുറവാണ്. അപ്പം എപ്പോഴും ഈ എനർജി കുറച്ച് ഡ്രോപ്പ് ആവുന്നതാണ് നമ്മൾ ഒരുപാട് പടത്തിൽ കാണുന്നത്. ഇതിനകത്തും ഈ സ്റ്റോറിയിലേക്കൊക്കെ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോൾ നമുക്കറിയാവുന്ന സ്റ്റോറി ലൈനാണ്. ബട്ട് അതിലേക്ക് കുറച്ചധികം ഇൻവോൾവ് ചെയ്യുമ്പോൾ കുറച്ച് ഡൗൺ ആവുന്നുണ്ട്. പിന്നെ ഇവര് ഈ റൊമാൻറ്റിക് ആംഗിളിനെ വളരെ ചുരുക്കി വെച്ചിരിക്കുന്നത്, വല്ലാണ്ട് ചുരുക്കിയെന്ന് തോന്നി. അപ്പൊ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആണെങ്കിൽ ഈ റൊമാൻറ്റിക് ആംഗിൾ വെച്ചിട്ടാണ് ഒരു ടേണിംഗ് പോയിന്റ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനൊരു സ്ട്രെങ്ത് ഇച്ചിരി കുറവാണ്. അതിന് സ്ട്രെങ്ത് കുറവാണ്, ശരിയാണ്. അതും ഭയങ്കര ലേറ്റർ സ്റ്റേജിലേക്കാണ് ഇതിന്റെ പല കാര്യങ്ങളും. ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് തന്നെ ഭയങ്കര നമുക്ക് ഇങ്ങനെ വളരെ കുറച്ച് സീനുകൾ വെച്ചിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. പക്ഷേ സ്റ്റാർട്ടിന്നും എൻഡിന്നൊക്കെ സ്റ്റാർട്ടിന്ന് സ്ട്രോങ് ആവുന്നതൊക്കെ വളരെ ക്വിക്കാണ്. അത് ഇടയ്ക്കത്തെ സീൻസ് ഇവര് ലെങ്ത് കാരണം കട്ട് ചെയ്ത് കുറച്ചാണോന്നും അറിയില്ല. അങ്ങനെ ആ സീക്വൻസുകളൊന്നും തന്നെ അങ്ങനെ ഭയങ്കര ക്രിഞ്ച് പരിപാടിയോ ബോറൊന്നും അല്ല. അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി നായികട്ട് അഭിനയിച്ച ആൾക്ക് ഒരുപാട് ചെയ്യാനില്ലെങ്കിലും ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റ് ആക്ടിംഗ് ആണ് ത്രൂ ഔട്ട്. എല്ലാവരും മോശം ആക്ടിംഗ് പറയാൻ അങ്ങനെ കൂടുതൽ പേരെയും അവരായിട്ട് തന്നെ പ്രസന്റ് ചെയ്യുന്നത്. അൽഫോൺസ് പുത്രൻ സോഡാബാബു എന്ന് പേരുണ്ടെങ്കിലും അൽഫോൺസ് പുത്രൻ ആള് മാറിയതായിരിക്കും. എനിക്കൊരു സംശയമുള്ളതേ, നിങ്ങൾക്ക് ആള് മാറിയത് അല്ല. അത് ആ ക്യാരക്ടറിന് നമുക്കത് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പടത്തിനകത്ത് രസമാണ്. ഒന്നെങ്കിൽ അത് ചിലർക്ക് അത് ഒരു വെറൈറ്റി ഉള്ള വില്ലനായിട്ട്, അല്ലെങ്കിൽ അത് ചിലർക്ക് വർക്കാവാതെയും പോവാം. അത് എനിക്ക് അങ്ങനെ തോന്നുന്നു ആ ക്യാരക്ടറിന്റെ ഒരു പ്രസന്റേഷൻ കണ്ടിട്ട്. അതേപോലെ ഫീൽ കാണുമ്പോൾ ഒരു പക്ക തമിഴൻ വൈബാണ്. സംസാരിക്കുമ്പോൾ കറക്റ്റ് ആലോചിക്കാനാണെന്ന് പറയുന്നത്. അതെ. ഈ മറ്റേ ഗീമ ഒഴിച്ചു കഴിഞ്ഞു. ഗീമ ആക്ച്വലി ഒരു സിനിമാറ്റിക് വില്ലത്തി ലൈനാണ്. ബട്ട് ശെൽവരാവിന്റെ റോള് പോലും എനിക്ക് തോന്നിയത് പുള്ളിയുടെ ഏറ്റവും ടെൻസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആ പലിശയ്ക്ക് കൊടുത്ത ആളുകളോട് തിരിച്ചു വരും. പക്ഷെ അത് ആ സീക്വൻസ് റെപ്പറ്റീഷനാണ് കുറച്ച്. അപ്പൊ അതും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡൈല്യൂട്ടഡ് ആയിട്ടേ പോലും. നമ്മൾ ഇനിഷ്യലി കണ്ടപ്പോൾ ആ സീക്വൻസിന് ഒരു പവർ ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ടൈം വേറൊരു ടാക്ടിക് യൂസ് ചെയ്യാമെന്ന് തോന്നി. അത് ത്രൂ ഔട്ട് എനിക്ക് റൈറ്റിങ്ങിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നിയൊരു ബേസ് ലൈൻ ഉണ്ട്. അതായത് ഇപ്പം അധികാരമുള്ളവർ
അടയാളപ്പെടുത്തുന്നത് ചോര കൊണ്ടും അധികാരം ഇല്ലാത്തവര് അടയാളപ്പെടുത്തുന്ന മറ്റൊരു രീതിയിൽ അങ്ങനെ. അതിനൊരു ത്രൂ ലൈൻ ഉണ്ടല്ലോ തുടക്കം തന്നെ ഇതിന്റെ ഒരു അതെ ഫസ്റ്റ് സീൻ നമ്മൾ വിചാരിച്ച ആ സീക്വൻസിന് ശേഷം എന്തെങ്കിലും ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ അങ്ങനെ പോകുന്നില്ല. അത് ജസ്റ്റ് ഒരു നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ മുമ്പിൽ അതെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു ആ ക്യാരക്ടർ എവിടെയും വരും. അങ്ങനെ അല്ല പോകുന്നത്. അത് ആക്ച്വലി ഈ ത്രൂ ലൈൻ സ്ക്രിപ്റ്റിൽ പ്രസന്റ് ചെയ്യാനുള്ള മറ്റേ പാവപ്പെട്ടവരുടെ ചോര കൊണ്ടാണ് ഇവർ അത് ആ സാധനം ആ ത്രൂ ലൈൻ എനിക്ക് തോന്നുന്നു പിന്നീട് വർക്കാവുന്നത് ഈ ലാസ്റ്റ് ക്ലൈമാക്സ്. എനിക്ക് തോന്നുന്നു അതിങ്ങനെ ഇടയ്ക്ക് കുറച്ചത് മറന്നു പോയതുപോലെ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോഴേ ലാസ്റ്റ് പിന്നെ ഒരാളെ കൊന്നിട്ട് ചോര എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴേ എനിക്ക് മനസ്സിലായി ഓ ഇതാണ് ഇവരുടെ മനസ്സിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിൽ രണ്ടുപേരും കൈ കാണിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ കൈ ചോര അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും അത് ആ ത്രൂ ലൈൻ എനിക്ക് വർക്കായി. പക്ഷെ അത് പടത്തിന് കുറച്ച് ലെങ്ത്തും കുറഞ്ഞിട്ട് ഇതിന് കുറച്ചും കൂടെ ഇടയ്ക്ക് ഒരു 2 സീനും കൂടി ഇത് ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സാധനം കുറച്ചുകൂടെ അതിന് ഭയങ്കര പവറുള്ള ഒരു മെസ്സേജിങ് ആണ്. അതിന് കുറച്ചുകൂടെ പവർ കുറഞ്ഞു പോയെന്ന് തോന്നി റൈറ്റിങ്ങിൽ കുറച്ച്. പിന്നെ ഈ സംഭവം നമ്മൾ ഭീമ എന്നൊക്കെ വരുന്ന പടമില്ല പഴയ വിക്രത്തിന്റെ, ബേസിക്കലി ഇങ്ങനെ ഒരാളുടെ ജോയിൻ ചെയ്തു. പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു ഇവർ 4 പേരും മരിച്ചു പോകും. ഞാനും ഈ ക്ലൈമാക്സ് ഫൈറ്റ് ഇങ്ങനെ ഒരു അല്പം അതായത് ഒരു കാരണവശാലും ഒരു രക്ഷപ്പെടാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ വിചാരിച്ച സ്വാഭാവികമായിട്ടും നമ്മൾ തമിഴ് പടത്തിലെ കണ്ടുണ്ടല്ലോ ഒരുപാട് ഈ ഇങ്ങനെ ഒരു ഗ്യാങ്സ്റ്റർ എന്താ പറയുക ഗ്യാങ്സ്റ്റർ അത് തന്നെ ഗ്യാങ്സ്റ്റർ പടം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു റൂറൽ ബേസ്ഡ് ലോക്കൽ ഗ്യാങ്സ്റ്റർ കഥകൾ പലതിലും മദ്രാസ് ഇതുപോലെ മദ്രാസ് ഇതുപോലെയായിരുന്നു. വാളൊക്കെ അതെ മദ്രാസ് ഇവ നമ്മുടെ ആടുകളം വടച്ചെന്നൈക്കൊക്കെ എവിടെയൊക്കെ ഒരു അതിന്റെ ഒരു മൂഡ് മാത്രമാണ് കേട്ടോ. ലൈൻ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ ഒരു റൂറൽ സെറ്റിംഗ് നടക്കുന്ന ഈ റിവെഞ്ച് ഈ ആൾക്കാർ തമ്മിലുള്ള റൈവലറി ഒക്കെ വെച്ചുകൊണ്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു പടമാണിത്. ഈ ആ ലൈൻ മറ്റേ റൈറ്റിങ്ങിന് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഈ ഡയലോഗ്സ് ആണ് എനിക്ക് കുറച്ച് വീക്കായിട്ട് ഫീൽ ചെയ്തത്. അല്ല നമുക്കിങ്ങനെ ഓർത്ത് എടുക്കത്തക്ക ഡയലോഗ് റൈറ്റിംഗ് ഒന്നുമില്ല. അതായത് എല്ലാ സീനും ഒരു സർവീസബിൾ ഡയലോഗ് റൈറ്റിംഗ് ആണ്. സീനല്ല ഡയലോഗ്സ്. ഇങ്ങനെ നമുക്ക് മറ്റേ സോഡാ ബാബുവും ഗെയിമും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ആ സീന് കാരണം ഇവർ വർഷങ്ങളായിട്ടുള്ള റൈവലറി ഒക്കെയാണ്. ബട്ട് ആ സീനൊരു പഞ്ച് കുറവുള്ള പോലെ തോന്നി. അതൊരു നോർമൽ സീനായിട്ട് അവർ ഹാൻഡിൽ ചെയ്തേക്കാം. ഈ പറയുന്ന പോലെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ശരി വരികയും ചെയ്യും. എന്താ അവിടെയൊക്കെ എന്തോ നീ ആവരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പം അത് എനിക്ക് തോന്നി ഡയലോഗ് റൈറ്റിംഗ് കുറെ കൂടെ പഞ്ചുള്ള ഡയലോഗ്സ് 1-2 കൊള്ളായിരുന്നു. മറ്റേ ഇത് എന്തുവാ മാറ്റല്ല പുറംപൊളി ആ സാധനം ട്രെയിലറിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ ഷെയ്ൻ പ്രസന്റ് ചെയ്യുമ്പം പഞ്ചുള്ളതും കുറച്ച് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും. ഷെയ്ൻ്റെ ഒരു ഇതാണ്. ഷെയ്ൻ കുറേ സ്ഥലത്തെ ഈ ക്യാമറ വർക്കിനൊപ്പം പെർഫോം ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. അതായത് നമുക്കൊരു ജീപ്പ് ഒന്ന് നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ഫ്രണ്ടിലാണ്, എന്നിട്ട് ക്യാമറ കട്ട് ചെയ്യാതെ തന്നെ സൈഡ് വരെ പോകണം. സൈഡ് വരെ പോകുമ്പോൾ ഇവരിങ്ങനെ ജീപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇരിക്കാം. പക്ഷെ അതിന് പകരം ഒരു അതായത് ഇവിടം വരെ ക്യാമറ എത്തിയിട്ടേ നിങ്ങൾ ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി എന്ത് ചെയ്യാന്ന് വെച്ചാൽ കയ്യിലിരിക്കുന്ന സിഗരറ്റ് ചെരുപ്പിങ്ങനെ അടി അത് പുള്ളി ചെയ്താണ് ഡയറക്ടർ ചെയ്താണെന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ കുറേ സ്ഥലത്ത് എനിക്ക് തോന്നിയായിരുന്നു. അതായത് ആ ക്യാമറ മൂവിന് ബോറടിപ്പിക്കാത്ത അത്ര നേരം വേറെ ആരോ ചെയ്തെന്ന് കണ്ടില്ല. ബാക്കിയെല്ലാവരും നോർമലായിട്ട് ഇറങ്ങി വരുന്നു. പുള്ളി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഇടുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു. പുള്ളി ഈ പടത്തിന്റെ മൂഡിനനുസരിച്ച് ഇങ്ങനത്തെ പടം പുള്ളി അധികം ചെയ്യാറില്ല. ഇല്ല പുള്ളി പിന്നെ ഇതാണ് ഈ ഇടയ്ക്കുള്ള റൈറ്റിംഗ് നമ്മൾ കണ്ടുമടുത്ത ഒരു ഭയങ്കര ഫ്രഷ് കഥയൊന്നും അല്ല. നമുക്കെല്ലാം കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് എല്ലാം ആണ്. ആ ഏരിയയിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് കട്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ ഒരു അതും. പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ നിനക്ക് എൻജോയ് എന്ന് പറഞ്ഞു ക്ലൈമാക്സ് ഫൈറ്റിന്റെ ലെങ്ത് അത് കുറച്ചധികം നേരമുണ്ട്. അതെ അത് ഈ ആക്ഷൻ ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ചധികം നേരം ഈ ആക്ഷൻ പോകുന്ന പോലെ തോന്നുന്നു. ഞാൻ പറയും എക്സാമ്പിൾസ് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. നിനക്ക് എന്താണ് ഞാൻ വിക്രം ഇതുപോലെ ആയിരുന്നു. ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൽ ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞാൽ കുറെ നേരം തീരത്തില്ല. എനിക്ക് ആക്ച്വലി ഞാൻ അവസാനത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചാർജായി. അതായത് എൻ്റെ മനസ്സിൽ ഇത് നമ്മൾ കണ്ട കുറേ തമിഴ് പടത്തിൻ്റെ ഒരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ക്യാരക്ടർ മരിക്കുമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം ഇത് എപ്പോഴായിരിക്കും സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ കഥയിൽ അത് വിടുന്ന ആ ആക്ഷൻ തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവർ ഓടുന്നു, ചേസ് നടക്കുന്നു, ഇവർ സ്പ്ലിറ്റ് ആവുന്നു, അവിടെ എല്ലാം ഓരോരുത്തർക്ക് പണി കിട്ടുന്നു. അങ്ങനെ ആ സമയം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഇത് അങ്ങനെ ആയിരിക്കും ഇപ്പോൾ എൻ്റെ ആവാൻ പോകുന്നത്. ഇങ്ങനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് ഇവരെങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ എനിക്ക് ഇതിൻ്റെ എൻഡിങ് ആ സീക്വൻസ് നല്ല രസമായിരുന്നു. അതായത് ഇവർ രണ്ടുപേരുടെ 2 ട്രാക്ക്. പക്ഷെ അത് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. മറ്റേ ഗെയിമിയുടെ കൂടെ നിൽക്കുന്നില്ലേ ആ ക്യാരക്ടറിന്റെ എന്താണ് പുള്ളിയുടെ മനസ്സിരിക്കുന്നതെന്നൊരു അതുവരെ ക്ലാരിറ്റി ഇല്ല. അവന്
അവൻ ആക്ച്വലി കാശിന് വേണ്ടി അവനത് വലിയ വിഷയം. അതായത് തുടക്കം തൊട്ടേ നമ്മൾ ഫസ്റ്റ് ഫൈറ്റ് കാണിക്കത്തില്ല, അതായത് ആ വീട്ടിൽ ഇവർ കൊണ്ട് അടയാളം വെക്കുന്നു. അപ്പം നമ്മൾ ആ സംഭവം നടക്കുമ്പോൾ തന്നെ ആർക്കെങ്കിലും രണ്ട് സൈഡിൽ നിൽക്കാം. അതായത് എൻ്റെ വീട്ടിൽ ഒരാൾ വന്ന് കൈവച്ചാൽ ഞാൻ ചൂടാവും. അപ്പം ഞാൻ ചൂടാകുന്നത് വരെ എൻ്റെ കൂടെ ആൾക്ക് നിൽക്കാൻ തോന്നുന്നു. പക്ഷെ മറ്റേ ആളുടെ ദേഹത്ത് കൈ വെക്കുമ്പോഴാണ് വിഷയം. മറ്റേ സൈഡിൽ നിന്നും അതുപോലെ തന്നെ വേറൊരാളുടെ വീട്ടിൽ കൊണ്ട് കരിതേക്കുക, എന്നിട്ട് വീട് മൊത്തം മറ്റേ. അപ്പോൾ അത് രണ്ടുപേരും കാണിക്കുന്നത് പോക്കത്തിലാണ്. പക്ഷേ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ള സാധനമൊക്കെ അല്ല, അത് നമ്മളെ സിനിമാ ശീലം വെച്ചിട്ട് നമ്മൾ നായകന്റെ കൂടെ നിൽക്കണം എന്നുള്ള ഒരു ഇതാണ്. പക്ഷേ ഈ രണ്ടുപേരുടെയും കൈ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് ജയിക്കുന്നത് മറ്റേ ഇച്ചിരി പവറുള്ള അല്ലെങ്കിൽ പൊസിഷനിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഈ തമിഴ് പടങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ജാതി പ്രശ്നം ഫോർ ഫ്രണ്ട് ആയിട്ട് എടുത്ത് വെക്കുന്നില്ല. പക്ഷേ അതൊരു എലമെന്റ് ആയിട്ട് അതിനാണ് ഇവർ കറുപ്പ് ആ എലമെന്റ് വെച്ച് ഭൈരവനെ സേവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അത് ഫോർ ഫ്രണ്ട് ആയിട്ട് വെച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന കുറച്ച് തമിഴ് പടം ഇതിലേക്ക് പോയായിരുന്നു. ഇതിനകത്ത് അവർ ആക്ഷൻ എൻജോയ്മെന്റ് ഇങ്ങനെ ബാക്കിൽ കിടക്കുന്നുണ്ട്, ഫോഴ്സ് ആയിട്ട് വെക്കൊന്നും ചെയ്തിട്ടില്ല. ഫൈറ്റ് സീക്വൻസിൽ ഒരു മെയിൻ ഫൈറ്റ് സീക്വൻസ് ആയിരുന്നു ഇന്റർവൽ ഫൈറ്റ് സീക്വൻസ്. അതും ഇങ്ങനെ അതും കുറച്ച് ലെങ്തിയാ. സോഡാ ബാബുവിന്റെ ഫൈറ്റ് സീക്വൻസ് അതും നല്ല ഇന്റർവൽ ഫൈറ്റ് സീക്വൻസ്. അവിടെയാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചത്. ഈ പറയുന്ന പോലെ കബഡി ഇതും കൂടെ മിക്സ് ചെയ്തുള്ള കുറച്ച് സിംഗിൾ ടേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നു? അതെ അതെ, അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ലൊക്കേഷൻ രസമുണ്ടായിരുന്നു. ഇപ്പൊ 4 പേരുടെയും ഫൈറ്റ് ഇൻഡിവിജ്വലി കാണിക്കണം. അപ്പം അതിനിപ്പം 4 പേർക്കും കുറച്ച് വേരിയേഷൻ ഉള്ള ലൊക്കേഷൻസ് കൊടുത്തു. അതിന് പറ്റിയൊരു ലൊക്കേഷനായിരുന്നു അത് ലാസ്റ്റ് അത് എൻഡ് ചെയ്യുന്നതും ഭയങ്കര രസമായിട്ടാണ്. അതായത് ഇതിനകത്ത് കുറേ ഏരിയാസിൽ ഇവർ ഈ സിംഗിൾ ഷോട്ട് ഫൈറ്റ്സ് ഷൂട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ അത് ആക്ച്വലി ഡിസിഷൻ രസമുണ്ടെങ്കിൽ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഈ ഫൈറ്റ്സ് ഒന്നും കണക്റ്റ് ആവാത്തത് എനിക്ക് തോന്നുന്നു ഈ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടേക്ക് പോകാൻ പറ്റത്തില്ല, ഇവർ പെട്ടെന്ന് ക്ഷീണിക്കുമല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ചിലതൊക്കെ കണക്റ്റ് ആവാത്തത് അങ്ങനെ അങ്ങ് വിട്ടിട്ടുണ്ട്. പിന്നെ ഈ മറ്റേ കട്ട് ചെയ്യത്തില്ലേ, അതൊന്നും അധികം ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ചുമ്മാ ജസ്റ്റ് കട്ട് ചെയ്ത് അടുത്ത ഒരു ആംഗിളിലേക്കാണ് പോകണം, അല്ലാതെ മറ്റേ സ്റ്റിച്ച് ചെയ്യാനുള്ള ശ്രമമില്ല. പിന്നെ നമ്മൾ ഇതിന് ഇതിനു മുമ്പ് ഏതോ ഒരു പടത്തിന്റെ റിവ്യൂവിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വോയിസ് ഓവർ എന്ന് പറഞ്ഞ ടെക്നിക്ക് പൊതുവേ യൂസ് ചെയ്യുന്നത് തമിഴ് പടങ്ങളാണ്. അപ്പം തമിഴ് ടച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എല്ലാ ഭാഷയിലും ഉപയോഗിക്കാറുണ്ട്. ഓവർ യൂസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു മേഖല തമിഴ് പടമാണ്. അല്ലെങ്കിൽ തെലുങ്ക് പടത്തിലും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇതിനകത്തും വോയിസ് ഓവർ ഉണ്ട്, മുരളി ഗോപി അത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ഓക്കെ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഏരിയയിൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഫൈറ്റ് അല്ല, ഈ വട്ടിക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അപ്പോൾ ആ ഫൈറ്റ് അവർ നടത്തുന്നത് തെരുവിക്കിടന്ന് അടിവെച്ചല്ല, അതിന് പവർ സ്ട്രഗിൾ നടക്കുന്നത് കബഡി കോർട്ടിലാണ്. ഇവർ സ്പോൺസർ ചെയ്യുന്ന കബഡി ടീമുകൾ ജയവും തോൽവിയൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളൊരു ലൈനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പടത്തിൽ നമുക്ക് ഒരു പോയിന്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവുമെങ്കിലും വോയിസ് ഓവർ ചെയ്തിട്ട് ഇതിനെ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കാം, റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ്. അതെ അതെ, ആ ഒരു സംഭവം നമുക്ക് അത് നമ്മൾ ഒരുപാട് റിവ്യൂകളിൽ നമ്മളത് പറഞ്ഞ് കുറേ പേർക്ക് അതിന് എതിരഭിപ്രായം ഉണ്ട്. പക്ഷെ അത് നമ്മളിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലി ഇത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം നമുക്ക് വീണ്ടും അത് പിന്നെ അത് നമുക്ക് മുമ്പിൽ ഇങ്ങനെ ഒരാളുടെ വോയിസ് വെച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നിപ്പോകും. തുടക്കത്തിൽ നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല, അതിന് പടം ഓപ്പൺ ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് ഓക്കെ പോട്ടെ എന്നുള്ളത്. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടോണ്ടിരിക്കുമ്പോൾ നമ്മളെ വോയിസ് ഓവർ നമ്മൾ മറന്നുപോകും. അത് കഴിഞ്ഞാണ് പിന്നെ എവിടെയെങ്കിലും ഈ വോയിസ് ഓവർ വീണ്ടും വരും. അപ്പോൾ അതിന്റെ പ്ലേസ്മെന്റ്സ് ആണ് ഈ ഭയങ്കര പ്രശ്നം. ആക്ച്വലി പിന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് വില്ലനെ തല്ലി ഇറങ്ങി ഓടും. അപ്പോൾ നമുക്കറിയാം വില്ലന് ദേഷ്യം വരും, വില്ലൻ ഇറങ്ങി വില്ലൻ എന്തെങ്കിലും തിരിച്ചു ചെയ്യും, അപ്പം വീണ്ടും വോയിസ് ഓവർ വരും. അതങ്ങനെ മറക്കാൻ വില്ലന് സാധിച്ചില്ല, വില്ലൻ എന്തെങ്കിലും ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ ഇതെന്തിന് അത് പെട്ടെന്ന് ഇങ്ങനെ മുഴച്ചിങ്ങനെ നിൽക്കും ആ വോയിസ് ഓവർ. അത് സെർട്ടൺ പ്ലേസിലാണ് നമുക്കത് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്യുന്നത്. അതായത് ചിലതൊരു ഡയലോഗിൽ അത് തീരും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിവിടെ പറയുന്നതെന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. കാര്യം നമുക്ക് വിഷ്വലി നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ നമ്മളോട് വീണ്ടും വീണ്ടും പറയണ്ട എന്നുള്ളത്. ഞാൻ വിചാരിച്ചു റൊമാൻറ്റിക് സീനിലൊക്കെ അവന് പക്ഷേ ഒരു കാമുകി ഉണ്ടായിരുന്നു. അല്ല, ഒന്നുകിൽ വോയിസ് ഓവർ ഉപയോഗിക്കണം, അതിനെ ത്രൂ ഔട്ട് ഉപയോഗിക്കണം നല്ല രീതിയിൽ, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഉപയോഗിക്കുകയായിരിക്കും. കാരണം വിഷ്വലി നമുക്ക് ഇവരെല്ലാവരും ഭയങ്കര ഡൗട്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും. ഡൗട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പം ഈ പടത്തിന് പഞ്ച് നൽകാൻ ഒരു പവർഫുൾ വോയിസിന്റെ മറ്റേ KGF കുറെയൊക്കെ അങ്ങനെ, KGF കുറെ അത് വെൽ യൂസ്ഡ് ആണ്. KGF എല്ലാ സീനിലും വോയിസ് ഓവർ എന്ന് പറയാം. കാര്യം ഒരാൾ അടുത്ത സീനിൽ നിന്ന് പറയുന്ന ഡയലോഗ് ആയിരിക്കും ഇപ്പുറത്തെ സീനിൽ. അപ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് ആക്ച്വലി ആ ടെക്നിക്ക് വെച്ചിട്ട് ആ പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ പടത്തിലും അതേപോലെ അല്ല ഇങ്ങനെ നീണ്ടു പോലെ. അപ്പോൾ അതിന്റെ എന്തെങ്കിലും നന്നായിട്ട് ഉപയോഗിക്കുന്ന മനുഷ്യനാണ് ഗൗതം വാസുദേവൻ മേനോൻ. അങ്ങനെ അതായത്
അതിൻ്റെ യൂസേജ് വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ് ഗൗതം മേനോനൊക്കെ. അപ്പം നമുക്കിത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നു, കണ്ടതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീണ്ടും ഇത് പറഞ്ഞു തരികയാണ്. അത് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ റിവ്യൂല് ഇവൻ പറഞ്ഞ പോലെ സിനിമ നമ്മളെ ചില ശീലങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പം ഇത് ആക്ച്വലി നമ്മൾ പടം കണ്ടൊരു ഫസ്റ്റ് ഹാഫിന്റെ പകുതി ആയപ്പോഴേ നമ്മൾ പറഞ്ഞു 3 വില്ലന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ വില്ലന്മാരിൽ ആരൊക്കെ ജീവിച്ചിരിക്കും, ആരൊക്കെ ഇല്ലാണ്ടാവും, ഇതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ പറഞ്ഞു. ഓക്കെ, ഇവരൊക്കെ നമ്മൾ അതിലേക്ക് എത്തുന്ന സീക്വൻസസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ അത് സിനിമാ ശീലം കാരണമാണ്, അല്ലാതെ നമ്മൾക്ക് ഈ കഥ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടതുകൊണ്ട് നമുക്കത് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ, അപ്പൊ നമുക്ക് ഓഡിയൻസിന് അത് കിട്ടി, വിഷ്വലി അത് പ്രസന്റ് ആണ്. പിന്നെ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് നമുക്ക് ഓവറായി പോകും. സെയിം അങ്ങനെയാണ് ഈ സിനിമ വലിയുന്നതും അല്ലെങ്കിൽ ഇത് മടുപ്പാവുന്നു. അപ്പൊ അത് തന്നെ അതിപ്പം നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ. ചിലപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടാവും. മുരളിയോട് വോയിസ് വന്നപ്പോഴത്തേക്ക് പവറായി അങ്ങനെ വിചാരിക്കുന്ന ഒരു ഓഡിയൻസും ഉണ്ടാവും. ഫൺ പടമായതുകൊണ്ട് തന്നെ ഡ്രാമ കുറച്ച് ലോ ആണല്ലോ, പ്രത്യേകിച്ച് ഡയലോഗുകൾ കുറവായിട്ടും ഡയലോഗിനെ പഞ്ചില്ലാത്തതുകൊണ്ടും ഈ ഡ്രാമ അങ്ങനെ വലുതായിട്ടില്ല. ഇങ്ങനെ ഇച്ചിരി ഒരു പ്രത്യേക താളത്തിലത് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുടക്കം ഉണ്ടായിരുന്ന ഫൺ ഇടയ്ക്കത്തെ ഒരു പോർഷനിൽ കുറച്ച് ഡൗൺ ആവുമല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വർക്കായ ഒരു സീൻ, അതായത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇമോഷണലി 100% കണക്റ്റ് അല്ല. നമ്മളിങ്ങനെ ഒരു കഥയിൽ 4 കൂട്ടുകാർ എന്ന ലൈനിലാണ് കാണുന്നത്. നമുക്ക് അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു കാര്യം, ലവ് സ്റ്റോറി ആണെങ്കിലും ഇമോഷണലി 100% എനിക്ക് കണക്റ്റ് ഒന്നും ആയില്ല. ബട്ട് നമ്മൾ എന്നാലും ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഓക്കെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് അങ്ങനെ നമ്മൾ ചിന്തിച്ച് ആ പോയിന്റിൽ ആ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ലോഡ്ജിൽ ഇവർ 4 പേര് ഇരിക്കുമ്പം 2 മെയിൻ ഫ്രണ്ട്സിന് ഇൻഫർമേഷൻ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവർ ആ റൂമിൽ വന്നിരുന്നിട്ട് ഒരാള് ഇത് ഞാൻ അവരോട് പറയണോന്ന് ചിന്തിക്കും, മറ്റേ ആള് അവനിത് മനസ്സിലായി, അറിയാവുന്ന രീതിയിൽ മറ്റേ പറയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ടെൻഷനും അത് ഭയങ്കര രസമായിട്ട് അവിടെയൊക്കെയാണ് കുറച്ച് ഡ്രാമ വർക്കായിട്ട് നല്ല രീതിയിൽ വർക്കായിട്ടുള്ള പോലെ തോന്നി. അപ്പൊ അത് പക്ഷെ പെട്ടെന്ന് ബ്രേക്ക് ആവും ഫൈറ്റ് വന്ന്. അതുപോലെ തന്നെ കുറച്ച് ഈ ഫൈറ്റിലെ എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇങ്ങനെ കട്ട്സ് ഒക്കെ ഇടുന്നത് ഇങ്ങനെ എന്തോ അതിന് പറഞ്ഞ മാച്ച് കട്ട്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും രസമുണ്ടായിരുന്നു. കുറച്ച് ഏരിയസിൽ മാത്രമേ ഈ സീൻ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ നീണ്ട പടം വെട്ടിച്ചുരുക്കേണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. ചില സീനുകൾ സ്മൂത്ത് ആയിട്ടല്ലേ, ചില സീനുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന മ്യൂസിക് ഇങ്ങനെ മ്യൂസിക് ചില സീനുകളുടെ ഇടയിലേ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ശ്രദ്ധിച്ചോ, കംപ്ലീറ്റ് സൈലൻസ് ആയി പോയിട്ട് വീണ്ടും മ്യൂസിക് കയറി ശ്രദ്ധിച്ചോ. പക്ഷെ അവിടെ നമ്മൾ ഒന്നിലാണ് സൈലൻസ് ആകുമ്പോൾ വിഷ്വലിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആയിരിക്കും. പക്ഷെ ഇത് വിഷ്വൽ ഒരു സീൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അത് ബ്രേക്ക് ആയി പോയിട്ട് വീണ്ടും മ്യൂസിക് കയറി വരുന്നത്. അത് തന്നെ ഈ പറയുന്ന പോലെ ഈ സീൻ എൻഡ് ചെയ്യുമ്പോഴും പല സ്ഥലത്തും ഉണ്ട്. അതായത് മ്യൂസിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും മ്യൂസിക് ഇങ്ങനെ ഒന്നിങ്ങനെ എൻഡ് ചെയ്യണമല്ലോ, അതിന് പകരം ആ മ്യൂസിക്കും സീനും ടപ്പ് ചെയ്യുന്ന കട്ട് ചെയ്ത് അടുത്ത ഷോട്ടിലേക്ക്. അപ്പം അതൊക്കെ ഫൈനൽ കട്ടിലുള്ള ചിലപ്പോൾ ചോയ്സസ് ആയിരിക്കും. ഇവർ ഇത്രയും മതി നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്യാൻ. 1-2 സീൻ അത് എനിക്കൊന്ന് വല്ലാണ്ട് ബാധിച്ച ഈ അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരുമല്ലോ, മറ്റേ വില്ലന്റെ അവിടെ ചെന്നിട്ട് ഭൈരവന്റെ അവിടെ ചെന്നിട്ട് ഒരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെ വിളിച്ചിട്ട് ഓടുമല്ലോ. അവിടെ നിന്ന് ഇവർ ബൈക്കൊക്കെ കയറി പോയിട്ട് പെട്ടെന്ന് എല്ലാം കൂടെ കട്ടായിട്ട് പിന്നെ നേരെ ഇവരുടെ വീണ്ടും അപ്പം ആ എനർജി ഇങ്ങനെ ഭയങ്കര താഴ്ന്നു പോയി. നമ്മൾ വിചാരിച്ച് ഇത് കഴിഞ്ഞാൽ ഇനി വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ടെൻഷനൊന്നുമില്ല. ഇത് അവിടെ വരുന്നത് ഭയങ്കര ലോ ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം അവർ ഇറങ്ങുന്നത് തന്നെ ഒരു ഭയങ്കര സ്പീഡ് വണ്ടി കൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ചേസോ പരിപാടി നടക്കുമെന്ന് വിചാരിക്കാറുണ്ട്. ചേസ് ഒന്നും ഇല്ല. ഇവർ നേരെ അവിടുത്തെ പുള്ളിയുടെ അടുത്ത് നേരെ നായിക വീട്ടിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ആ സീൻ, അതായത് ഇങ്ങനെ ഒരു ഹൈ ആയിട്ട് പോയിട്ട് ടപ്പെന്ന് ഡിമ്മായി വന്ന പോലെ ഒരു കട്ടിന്റെ ആണോ അതോ ഡയറക്ഷൻ എന്തുവാന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു അങ്ങനെ കുറച്ചധികം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും ഭയങ്കരമായിട്ട് പിന്നെ ഈ സ്ഥിരം പടത്തിലെല്ലാം വരുന്നൊരു സംഭവം നമുക്ക് തോന്നും ഇപ്പം ഈ പറഞ്ഞ മൊമെന്റിൽ തന്നെ ആക്ച്വലി സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഈ പറഞ്ഞ മൊമെന്റിന് ശേഷം വില്ലൻ ആക്ട് ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ ക്ലൈമാക്സ് അവിടെ നടക്കുക, ക്ലൈമാക്സ് സീക്വൻസ് അവിടെ നടക്കാൻ പോകും. പക്ഷേ അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറയും ഭൈരവ അടങ്ങ്, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, നിന്റെ ആദ്യത്തെ ആവശ്യം വേറൊരു സാധനം ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് നിന്റെ ആദ്യത്തെ ആവശ്യം, അത് ചെയ്ത്. പഴയ സിനിമകളൊക്കെ മെയിൻ സാധനം ഇലക്ഷൻ വരപ്പോകുന്നത് ഇതുമായി പണ്ടക്കൂടാതെ, ഇതാണ് പടത്തിൽ പറഞ്ഞത്. ഇവിടെ ഇലക്ഷൻ ഒന്നും ഇല്ല, പകരം ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യണം പുള്ളിക്ക്. ഓപ്പണിംഗ് സെറമണി നടക്കാൻ പോകും. ആ എലമെന്റും മറ്റേ വളരെ സ്ട്രോങ് അല്ല. ഒരു ബാങ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്നില്ല. ബാങ്ക് ഓപ്പൺ ചെയ്യുന്നു, ഇയാൾ ഈ ചെയ്യുന്നതും എങ്ങനെ ബാങ്കിനെ ബാധിക്കുന്നൊന്നും ക്ലാരിറ്റി ഇല്ല. എന്നാലും അങ്ങനെ പ്രയോറിറ്റി നിങ്ങൾ അതിന് കൊടുക്കണം, ഇപ്പൊ അവരെ വിട് എന്നുള്ള ലൈൻ. അത് ബേസിക്കലി നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ പ്ലോട്ട് ആർമർ എന്നൊക്കെ പറയുന്നത് നമ്മൾ മെയിൻ ക്യാരക്ടേഴ്സിന് കുറച്ച് സമയം ടൈം ബൈയിങ് എന്ന് പറയുന്ന ഒരു പരിപാടി. അതായത് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാം, ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനോ എന്തെങ്കിലും ഒരു പുതിയൊരു പ്ലാൻ ഉണ്ടാക്കാനുള്ള ഒരു ടൈം നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ കൊടുക്കുന്നതിന്റെ ഭാഗമാണത്.
അതെ, അതിനാണ് ബാങ്ക് യൂസ് ചെയ്തേക്കുന്നത്. അതെ, അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് തന്നെ. നമ്മൾ എഴുതാനൊരു കഥയ്ക്ക് നമുക്കറിയാം ഈ മൊമെന്റ് കഴിഞ്ഞാൽ വില്ലനും നായകനും തമ്മിൽ അടിച്ചാലും പടം തീരുവാണ്. പക്ഷെ അങ്ങനെ അടിക്കാൻ പാടില്ല. അതിനു മുമ്പ് അവർക്ക് എന്തെങ്കിലും രണ്ടുപേരുടെ ഇടയിൽ ഒരു ചെറിയ ഒരു സ്പേസ് കൂടെ കൊടുക്കണം, പടത്തിനെ ഒരല്പം കൂടെ സസ്റ്റെയിൻ ചെയ്തിട്ട് വേണം പോകാൻ എന്നുള്ളൊരു ഒരു പരിപാടി. അതെനിക്ക് എപ്പോഴും കുറച്ച് അണ്ടർവെല്ലിംഗ് പരിപാടിയാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടുന്ന് ഈ നേരെ പടം പോണത് ക്ലൈമാക്സിലേക്കായിരിക്കുമോ എന്നൊരു തോന്നലേക്കുണ്ടായിരുന്നേ. പക്ഷെ പിന്നീട് ഈ പറഞ്ഞ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ അതവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും പടത്തിൻ്റെ ലെങ്ത് ഇത്ര ആയല്ലോ എന്ന് കരുതുന്നത്. അതിന് പകരം റൈറ്റിങ്ങിൽ തന്നെ അവിടുന്ന് ഈ ഇവരുടെ ഓട്ടം തുടങ്ങിയല്ലേ, മറ്റേ ലോഡ്ജിൽ വന്ന് താമസിച്ചിട്ട് ആ ലോഡ്ജിന്റെ വാതൊക്കെ തന്നെ തീർത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അതുവരെയും സ്പീഡായിട്ട് വന്നിട്ട് ലോഡ്ജിലൊരു വലിയ ഫൈറ്റാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടൊരു ഫൈറ്റ് സീക്വൻസ് ആണ്. അവിടെ എനിക്ക് മറ്റേ വില്ലൻ കാറി വരത്തില്ലേ, അതായത് ലോഡ്ജിന്റെ വാതൊക്കെ വന്നിട്ട് ഇനി നീ ഓടിക്കുമെന്ന് അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, പിന്നെ കുറച്ച് ഓടിയാൽ മതി. ഇത് ഓടി കുറച്ച് ഫൈറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ബൾട്ടി ഈ പറയുന്ന പോലെ ഓണത്തിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടം. ഓണത്തിന് റിലീസ് ചെയ്യാൻ വെച്ചിരുന്ന പടമായിരുന്നു അന്ന് ഇനിഷ്യലി അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ബട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു കാര്യം അത്രയും ആൾ കയറേണ്ട ഒരു ടൈപ്പ് ഓഫ് ഒരു പടമാണ്. തിയേറ്ററിൽ പോയി കണ്ടു നോക്കും, കുറച്ച് രസമുണ്ടാവും, കാണാൻ കുറച്ച് പരിപാടി ഉണ്ട് പടത്തിൽ. അതെ, അത്യാവശ്യം വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു. അതെ, അത് ഫസ്റ്റ് പടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫസ്റ്റ് പടത്തിൻ്റെതായിട്ടുള്ള ഒരു നോക്കുമ്പോൾ നമ്മൾ കുറേ കൂടെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ണി ശിവലിംഗം എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിവുള്ള ആളാണ്. അതെ, നല്ല പണി അറിയാവുന്ന ആളാണ് ഉണ്ണി ശിവലിംഗം. അതെ, അപ്പോൾ ഡെഫിനറ്റ്ലി പുള്ളിയുടെ അടുത്ത പടങ്ങൾ എന്തായിരിക്കും പുള്ളി ഇനി ചെയ്യാൻ പോകണമെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. നല്ല സിനിമ ചെയ്യട്ടെ അല്ലേ. നീ ഒരു ബൾട്ടി അടിച്ച് അപ്പുറത്ത് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തരണം. അതെയാണ്. അതായത് ആക്ച്വലി നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പലരും കേട്ടോ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കുറച്ചുകൂടെ അങ്ങോട്ട് കൂടട്ടെ. അങ്ങനെ കൂടുമ്പോഴേ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തരും. നിങ്ങൾ 3000 സംതിങ് ഒന്നും ആയിട്ടുണ്ട്. ഒരു 5000 ആക്കി തരാമെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണ് സർപ്രൈസ്? അത് 5000 ആക്കി കഴിഞ്ഞ് പറയാം. അതെ അല്ലേ, സർപ്രൈസ് അല്ലേ, അത് പറയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യൂ. അതെ, പിന്നെ കമൻറ്റ്, ഷെയർ, അങ്ങനെ ഇഷ്ടമുള്ള പരിപാടി എന്തെങ്കിലും വെച്ചാൽ ചെയ്തോളൂ. കാശ് തരുന്ന ഓപ്ഷൻ ഒന്നും ഇല്ലേ? കാശ് തരുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ചോദിച്ചു പോയത് മോശമല്ലേ. സ്നേഹത്തോടെ ഒരാൾ സ്നേഹത്തോടെ നമ്മൾ വായിക്കട്ടെ, അത്രേ ഉള്ളൂ. ഈ സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. നമ്മൾ പറയുന്നതിനോട് വിയോജിപ്പുള്ളവരോ അതിനെ അനുകൂലിക്കുന്നവരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. സോ ബൾട്ടി കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ കണ്ടു നോക്കുക.